എനിക്ക് വാസിയുടെ അടുത്തൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു, വാസിക്ക് എൻ്റെ അടുത്തൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നക്കാരാണ്, ഞങ്ങൾ വലിയ പ്രശ്നമുണ്ടായി, ഞങ്ങൾ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സ്വാതന്ത്ര്യം എന്നൊരു പേരിലൊരു സിനിമ വരാം. അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുതലെടുത്തോണ്ട് അല്ലേ ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തോട്ടെ? യെസ് പ്ലീസ്, നോ പ്രോബ്ലം. ഞാൻ സിനിമയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. യെസ്, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണം. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ തുടരാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം, ചോദിച്ചോളൂ. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് സിനിമയിലേക്ക് പോവാം. ആസാദി ഞാൻ സിനിമ കണ്ടിട്ടില്ല, കണ്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ. അവർ സിനിമയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സിനിമയാണ് ബാസിയിൽ നിന്നും ഈ സിനിമ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. ഒരു നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ബാസി ചേക്കേറുകയാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു ഫാമിലിക്കുള്ളിൽ. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത്തരമൊരു കഥാപാത്രമാണ് ബാസി ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ വേഷം? രഘു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. സ്വന്തം വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന, ജയിലിലായിരുന്നു വൈഫ്. അപ്പോൾ ഗർഭിണിയായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയും നമ്മളവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ചാടിക്കാൻ നോക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പടമാണ്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ബാസിക്ക് തോന്നുമല്ലോ ഇത് ഞാൻ ചെയ്യണം, എന്നെ എങ്ങനെയാണ് തേടി വന്നത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോഴേക്കും. അപ്പോൾ എന്തായാലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഒരു പുതിയ സംവിധായകനാണ്. അതെ, ജോ പുതിയ സംവിധായകനാണ്. ആ പുതിയ സംവിധായകൻ്റെ അടുത്തേക്കാണ് ബാസി എത്തുന്നത്. അത്തരമൊരു പുതിയ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാസി എന്നൊരു കഥാപാത്രങ്ങൾ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല സിനിമകൾ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പം മനസ്സിൽ എല്ലാവരും പറ്റിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സാണ്. ആ മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ പുതിയ കഥാപാത്രമായി പുതിയൊരു ആക്ടറായി മാറുകയാണ്. അത് പുതിയൊരു സംവിധായകൻ്റെ അടുത്തേക്ക്. അത് എത്രമാത്രം? അതെനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു ഈ പടത്തിൽ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സുഭാഷായിട്ടൊരു ബന്ധമില്ലാത്ത കഥാപാത്രമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കമ്പോസ്ഡും കുറച്ചും കൂടെ ഇയാളുടെ സ്കിൽ സെറ്റ് വേറെയാണ്, സുഭാഷിൻ്റെ വേറെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ജോൻ്റെ മനസ്സിലുള്ള കഥാപാത്രത്തിനെ വളരെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ നായിക എന്ന് പറയുമ്പോൾ നമുക്ക് ഫേമസ് ആയ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ മോള്, ഇവരും ഡബ് ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കും ഇവരും ഡബ് ചെയ്യുന്ന ഒരാൾ. ആ ഒരു ആ ഒരു നിങ്ങൾ ഇടയ്ക്ക് സെറ്റിൽ വെച്ചൊക്കെ സംസാരം ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം ലെജൻഡറി ഫാമിലി എന്നാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പം പോലെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. 4 വയസ്സ് ഉള്ള സമയത്ത് വരെ ഡബ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇന്നറിഞ്ഞത്. ഇപ്പോൾ ഷാജൻ കരുൺ സാറിൻ്റെ പടത്തിൽ അനപ്രസത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ റേഡിയോയിലായിരുന്നു ആദ്യം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബ്ബിങ്ങിൻ്റെ പരിപാടികളും. ഒരു റേഡിയോ ജോക്കിയിൽ നിന്നും സിനിമയിലേക്ക് എത്തി ഒരു വലിയ ദൂരമില്ലാത്തൊരു യാത്രയാണ്. എല്ലാം ചെയ്തു വെച്ച സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിനൊന്നും മികച്ച സിനിമയാണ്. ചില സിനിമകൾ പരാജയപ്പെടും, ചില സിനിമകൾ വിജയിക്കും. സിനിമ അങ്ങനെയാണ്. പരാജയപ്പെട്ട സിനിമയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാറുണ്ടോ? പോയതിനെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും ചിന്തിക്കാണ്ട് ഇപ്പോഴതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വേണ്ട എന്ന് വെച്ച സിനിമ ചിലപ്പം ഒരു സുഹൃത്ത് വല്ലയിടത്ത് പോയി അഭിനയിക്കേണ്ടായി വരും. അങ്ങനത്തെ സിനിമകൾ ചെയ്യാറ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് വർക്കാവില്ല എന്ന് എനിക്ക് സ്വയം അറിയാം. എങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. ആ സുഹൃത്ത് വല്ലയിടത്ത് പോയി അങ്ങനെ സിനിമ ചെയ്ത് കൊടുക്കേണ്ടായി വന്നിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളാരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാറില്ല. അവരെല്ലാവരും എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഓരോരുത്തരെ വിളിക്കോളൂ. അങ്ങനെ ഇഷ്ടമില്ലാണ്ട് പോയി ചെയ്യണം, അതൊക്കെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടിയേക്കണം. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും എക്സൈറ്റിംഗ് ആണ് ഏത് കഥാപാത്രം കിട്ടിയാലും. അതിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു സിനിമ ഒന്നും പറഞ്ഞൊരു സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ എസ്പെഷ്യലി കൂട്ടുകാരങ്ങനെ ഇത് നീ ചെയ്യണം അങ്ങനെയൊന്നും വിളിക്കില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.